ഭീകര സംഘടനകൾ, രാജ്യവിരുദ്ധ സംഘടനകൾ, രാജ്യദ്രോഹ സംഘടനകൾ, അവയിൽ പ്രവർത്തിക്കുന്നവർ ഇവരൊക്കെ രാജ്യദ്രോഹികൾ തന്നെയാണ്. ഇവര് രാജ്യത്തെ തകർക്കാൻ, രാജ്യത്തെ സംവിധാനങ്ങളെ വെല്ലുവിളിക്കാൻ, രാജ്യത്തെ മതപരമായി വിഭജിക്കാൻ, രാജ്യത്തെ യുവാക്കളെയും സ്ത്രീകളെയും വഴിതെറ്റിക്കാൻ, അപകടങ്ങൾ ഉണ്ടാക്കാൻ, പൊട്ടിത്തെറികളും ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ തന്നെ പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് ശരിക്കും ഈ മതഭീകരവാദികൾ. അത്തരത്തിൽ പ്രവർത്തിച്ചിരുന്ന, എന്നാൽ ഇന്ന് വേറൊരു പേരിൽ അല്ലെങ്കിൽ വേറെ പല പേരുകളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. SDPI എന്നത് ഇവരുടെ രാഷ്ട്രീയ മുഖമാണ്. ഈയിടയ്ക്ക് യങ് ഡെമോക്രാറ്റ്സ് എന്ന് പറഞ്ഞ SDPIയുടെ ഒരു യുവാക്കളുടെ കൂട്ടായ്മയൊക്കെ രൂപീകരിച്ചു. തീവ്രവാദം തന്നെ, മത തീവ്രവാദം തന്നെ ലക്ഷ്യം. മതരാജ്യം രൂപീകരിക്കുക, ആക്രമണങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ മറ്റ് മതസ്ഥരെ, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ തന്നെ, കാഫറുകളെയൊക്കെ തന്നെ ഇല്ലാതെയാക്കുക, ജസിയ പിരിക്കുക, ഇതൊക്കെ ആയിരിക്കും ഇവരുടെ ആഗ്രഹങ്ങൾ. അപ്പം രാജ്യദ്രോഹികൾ തന്നെയാണ്. ഏതൊക്കെ കോടതിയിൽ ആരൊക്കെ ഏതൊക്കെ കൊടിയ വക്കീൽ വാദിച്ചാലും കോടതിക്ക് മുന്നിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുന്നിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരും സംഘാടകരും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും രാജ്യദ്രോഹികൾ തന്നെയാണ്. ഈ വിഷയത്തിൽ ഡൽഹി പോലീസ് അടക്കം അതിശക്തമായ നടപടികൾ കൈക്കൊണ്ടുവരികയാണ് എന്നാണ്. ഈ ഉന്നത നേതാക്കൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം തന്നെ ചുമത്തി കുറ്റപത്രം സമർപ്പിക്കാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടത് ഉടൻ തന്നെ നടപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ ഡൽഹി പോലീസ്. ഡൽഹി അഡീഷണൽ സെഷൻസ് ജഡ്ജി പ്രശാന്ത് വർമ്മയുടേതാണ് ഉത്തരവ്. 2022 സെപ്റ്റംബർ 27 നിലവിൽ വന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ 5 വർഷത്തേക്കുള്ള നിരോധനം 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ നിർദ്ദേശം ഇപ്പോൾ ഡൽഹി ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. 25 PFI അംഗങ്ങൾക്കും സംഘടനയ്ക്കുമെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമവും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമവും പ്രകാരം കുറ്റം ചുമത്താനാണ് ഇപ്പോൾ കോടതി ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറക്കിയ ഉത്തരവിലും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തന ലക്ഷ്യം കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാനും രാജ്യത്ത് ഖിലാഫത്ത് ഭരണത്തിൽ ശരീഅത്ത് നിയമങ്ങൾ നടപ്പാക്കാനുമായിരുന്നു ഇവർ ലക്ഷ്യമിട്ടത് എന്ന് പരാമർശിക്കുന്നു. അന്വേഷണ ഏജൻസികൾ നൽകിയ തെളിവുകളും മറ്റും വിലയിരുത്തിയാണ് 2047 ഇന്ത്യൻ സർക്കാരിനെ അട്ടിമറിക്കാനും ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കാനുമുള്ള ഗൂഢാലോചനയിൽ ഗുരുതരമായ സംശയം ഉണ്ടെന്ന് ഡൽഹി കോടതി നിരീക്ഷിച്ചത്. ആകെ പരിഗണിക്കുമ്പോൾ PFI, അതിന്റെ നാഷണൽ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന പ്രതികൾ ഇന്ത്യൻ മതേതര ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാനും സംസ്ഥാനങ്ങൾക്കെതിരായ സായുധ പോരാട്ടത്തിലൂടെ ഭാരതത്തിൽ ശരീഅത്ത് നിയമപ്രകാരം ഇസ്ലാമിക് ഖിലാഫത്ത് സ്ഥാപിക്കാനും ഒക്കെ തന്നെ തീരുമാനിച്ചതായുള്ള കൃത്യമായ തെളിവുകളും കൃത്യമായ വിവരങ്ങളും ഒക്കെ തന്നെ അന്വേഷണ ഏജൻസികൾ ഡൽഹി പോലീസ് അടക്കം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഓരോ പ്രതിയുടെയും പങ്ക് മുഖവിലക്കെടുക്കുമ്പോൾ ഗൂഢാലോചനയുടെ ഒന്നോ അതിലധികമോ ഭാഗങ്ങളുമായി അവരൊക്കെ തന്നെ യോജിക്കുന്നു എന്നുള്ള കാര്യവും ഡൽഹി കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിശക്തമായ നടപടികളാണ് ഇവർക്കൊക്കെ എതിരെ വേണ്ടത്. കണ്ണും പൂട്ടിയുള്ള നടപടികളാണ് വേണ്ടത്. രാജ്യദ്രോഹികൾക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ ഇന്ത്യൻ കോടതികൾക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭരണ സംവിധാനങ്ങൾക്കോ ഇന്ത്യയിലെ ജനങ്ങൾക്കോ കഴിയില്ല. ഒരു രാജ്യത്തെ തകർത്ത് മതേതര സ്വഭാവമില്ലാതെയാക്കി ഒരു റിപ്പബ്ലിക്കിനെ അത് അവരുടേതായ രീതിയിൽ ഖിലാഫത്താക്കി മാറ്റിക്കൊണ്ട് നടത്തുന്ന അല്ലെങ്കിൽ നടത്താൻ ശ്രമിക്കുന്ന ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ, മതഭീകരവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ഒരിടത്തും വച്ചുപൊറിപ്പിക്കാൻ കഴിയില്ല. ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികളും, പ്രത്യേകിച്ച് കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം മതഭീകരവാദികൾക്ക് പിന്തുണ കൊടുക്കുന്ന, റാൻ മൂളുന്ന, വെറും വോട്ടിന് വേണ്ടി അവരുടെ കാല് പിടിക്കുന്ന, അവരുടെ പള്ളികളിലും അവരുടെ വീടുകളിലും അവരുടെ സംഘടനാ ഓഫീസുകളിലും കയറുകയും അവരുടെ കാല് പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ ഇതിനു മുൻപും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ ഭീകര സംഘടനകൾക്ക്, PFI ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾക്ക് വളരാൻ പ്രോത്സാഹനമായത് കേരളത്തിലെ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ സംഘടനാ സംവിധാനങ്ങളുമാണ് എന്നത് ഒരു പരസ്യമായ രഹസ്യമാണ്. അതിശക്തമായ നടപടികൾ, രാജ്യദ്രോഹ കുറ്റം തന്നെ ഇവർക്കെതിരെ ചുമത്തണം എന്നുള്ള കോടതിയുടെ നിർദ്ദേശം ഡൽഹി പോലീസ് ഉടൻ തന്നെ നടപ്പാക്കും. അത് സംബന്ധിച്ച് അനുബന്ധ കുറ്റപത്രവും മറ്റ് റിപ്പോർട്ടുകളും ഡൽഹി കോടതിയിൽ ഡൽഹി പോലീസ് ഉടൻ തന്നെ സമർപ്പിക്കും.